ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന അമലുകൾ പോലും അല്ലാഹു തആല ഒരു പക്ഷേ സ്വീകരിക്കുകയില്ല. തഫ്സീർ റൂഹുൽ ബയാനിൽ ഒരു ചരിത്രമുണ്ട്. ഒരു മഹാൻ രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് വുളുവൊക്കെ ചെയ്ത് ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുകയാണ്. സൂറത്തു ത്വാഹയാണ് പാരായണം ചെയ്യുന്നത്. ആ സൂറത്ത് കഴിയുന്നതും അദ്ദേഹം മയക്കത്തിലേക്ക് വീണു പോവുകയാണ്. ആ ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ആകാശലോകത്ത് നിന്ന് കുറച്ച് പേപ്പറിൻ്റെ കെട്ടുകളുമായി ഒരാൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ആശ്ചര്യത്തോടുകൂടി ആ പേപ്പറുകൾ ഇങ്ങനെ മറിച്ചു നോക്കുന്നുണ്ട്. ആ പേപ്പറുകളിൽ താൻ ഇപ്പോഴോതിയ ആ ത്വാഹ സൂറത്തിൻ്റെ ഓരോ വാക്കുകൾക്കും 10 ഹസനാത്തുകൾ വെച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് ഒരു ആയത്തിൻ്റെ ഒരു വാക്ക് അതിൻ്റെ 10 ഹസനാത്ത് രേഖപ്പെടുത്തിയതായി കാണുന്നില്ല. വളരെ വേദനയോടുകൂടെ ഈ വന്നയാളോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആ വാക്കിന് മാത്രം എനിക്ക് 10 ഹസനാത്ത് ലഭിക്കാതെ പോയത്? ഉടനടി മറുപടി പറയുകയാണ്, ഞാൻ നിങ്ങൾ ഓതിയ സമയത്ത് തന്നെ 10 ഹസനാത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അർശിൻ്റെ ഭാഗത്ത് നിന്ന് ആ സമയത്ത് എനിക്കൊരു നിർദ്ദേശം വരികയുണ്ടായി, ആ 10 ഹസനാത്ത് അദ്ദേഹത്തിന് കൊടുക്കരുത്. നിങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെ ഒരാൾ നടന്നു പോകുന്ന സമയത്തായിരുന്നു നിങ്ങൾ ആ വാക്ക് ഉച്ചരിച്ചിരുന്നത്. ആ നടന്നു പോകുന്ന ആളെ കേൾപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അല്പം ഉച്ചത്തിൽ ഓതുകയായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ആ വാക്ക് ഓതിയത് അള്ളാഹുവിന് വേണ്ടി ആയിരുന്നില്ല. അത് കാരണമാണ് നിങ്ങൾക്ക് ആ കൂലി രേഖപ്പെടുത്താതെ പോയത്. നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്, പക്ഷേ അതൊക്കെ മറ്റുള്ളവരെ കാണാൻ വേണ്ടി ആവാൻ പാടില്ല. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ ഖബൂലാക്കുമാറാവട്ടെ.